Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുക? ക്ലിയർ ആയി അവരുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ആവശ്യമുള്ള ആളുകൾ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് സൈൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് അവർ നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്തില്ല, അല്ലെങ്കിൽ അതിന് അവർ തീരെ താല്പര്യം പ്രകടിപ്പിക്കില്ല. ഇൻ കേസ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെ എസ്കേപ്പ് ആവാം അതിനുള്ള എക്സ്ക്യൂസസ് അവരെ എപ്പോഴും ഫൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് അവർക്ക് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം മാറിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു താല്പര്യക്കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ അവർ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. രണ്ടാമത്തെ കാര്യം, അവരുടെ ഭാഗത്തുനിന്നും ഒരു രീതിയിലുള്ള ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. അതായത് അവരായിട്ട് നിങ്ങളെ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്യുക, ഇങ്ങനെയുള്ള യാതൊരു കാര്യവും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവർ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയാൻ തുടങ്ങി എന്നുള്ളതുകൊണ്ട് തന്നെ അവരായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക എന്ന് പറയുന്നത് റെയർ ആയിരിക്കും, അല്ലെങ്കിൽ അത് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. മൂന്നാമതായി, നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്ന സമയത്ത് അവരിൽ നിന്നും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവര് കമ്മ്യൂണിക്കേഷൻ കുറച്ചിട്ടുണ്ടായിരിക്കും, അതായത് സംസാരം കുറച്ചിട്ടുണ്ടായിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രമായിരിക്കും അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു അഭിപ്രായങ്ങൾ ചോദിക്കുക, ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. മാത്രമല്ല അവരുടെ സംസാരത്തിലും ചെറിയൊരു ചേഞ്ച് നിങ്ങൾക്ക് അനുഭവപ്പെടും. റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന സമയത്തും ഇപ്പോൾ ഇൻട്രസ്റ്റ് കുറയുന്ന സമയത്തും ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു ഇഷ്ടക്കുറവ് പോലെ, അല്ലെങ്കിൽ വേണോ വേണ്ടോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും പലപ്പോഴും അവർ നിങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ മറുപടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ പോവുകയാണെങ്കിൽ പോവട്ടെ, എനിക്ക് വിഷയമല്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും പലപ്പോഴും സംസാരിക്കുന്നുണ്ടായിരിക്കുക. മാത്രമല്ല നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു റിപ്ലൈ ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. വളരെ ലേറ്റ് ആയിട്ടുള്ള റിപ്ലൈ, അല്ലെങ്കിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള റിപ്ലൈ, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഉത്തരങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും കിട്ടുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയി, ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്നും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ അവർ ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു, നിങ്ങൾ ഓക്കെ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് അറിയാൻ ഒരു താല്പര്യം ഉണ്ടായിരിക്കില്ല. ഒരു പക്ഷെ നിങ്ങളായിട്ട് അങ്ങോട്ട് ഇതെല്ലാം ഷെയർ ചെയ്യുന്ന സമയത്ത് വളരെ ഒരു ഷോർട്ട് ആയിട്ടുള്ള റിപ്ലൈ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മൂളൽ, അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ റെസ്പോൺസ്. നെക്സ്റ്റ്, വളരെ ക്ലിയർ ആയിട്ട് ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്നും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് വളരെ നിസ്സാരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ചെറിയ കാര്യങ്ങൾക്ക് വരെ അവർ ഫ്രസ്ട്രേറ്റഡ് ആകും, വളരെ പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കും. ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് അവർക്കതിൽ ഫ്രസ്ട്രേഷൻ വരികയും, അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവ് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടും. സോ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് ആണ്. ഒരു പക്ഷെ ഇതിൽ കൂടുതൽ സയൻസ് ഉണ്ടായിരിക്കും, എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ, നമ്മളെ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് ആണ് പറഞ്ഞത്. ഇനി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിലുള്ള ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ബിലീവർ ആണ്, മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ഉണ്ട്. ചേസിങ് അഫർമേഷൻ ആണ്. അപ്പൊ അത് വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പിൽ ചേസിങ് അഫർമേഷൻ എന്ന് അയക്കുക, നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഈ ഒരു ചേസിങ് അഫർമേഷൻ നിങ്ങൾക്ക് 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുകയും നിങ്ങളെ കുറെ കൂടി സ്നേഹിക്കാനും ഈ ഒരു അഫർമേഷൻ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് പോസിബിൾ ആകും. സോ ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് മെസ്സേജ് അയക്കുക. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.